ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ ഡ്രോയിങ്സിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് എങ്ങനെ ബുക്സിൽ രേഖപ്പെടുത്താം, അല്ലെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ പാസ് ചെയ്യാമെന്ന് നമുക്കിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കാം. ഓക്കെ, ഡ്രോയിങ്സ് എന്താണെന്ന് നിങ്ങൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇൻഫാക്റ്റ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വിശദമായിട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണ് അല്ലേ? ആ കാര്യങ്ങൾ തന്നെ അതെങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്നാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ? ഒരു ഓണർ, ബിസിനസ്സിൻ്റെ ഓണർ അയാളുടെ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ബിസിനസ്സിൽ നിന്ന് വല്ല തുകയും പിൻവലിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡ്രോയിങ്സ് എന്ന് പറയാം. ദ എമൗണ്ട് വിഡ്രോൺ ബൈ ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. അപ്പോൾ അയാളുടെ സ്വകാര്യ ആവശ്യത്തിനായിട്ട് അയാൾ ബിസിനസ്സിൽ നിന്ന് വല്ല തുകയും പിൻവലിച്ചാൽ അത് എത്ര തുകയാണോ അതിനെന്ത് പറയുന്നു? ഡ്രോയിങ്സ് എന്ന് പറയുന്നു. അപ്പോൾ ക്യാപിറ്റലിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റാണ്. ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അല്ലേ? ബിസിനസ്സിലേക്ക് ഓണർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ, ക്യാഷ് കൊണ്ടുവരുമ്പോൾ നമ്മളതിനെ ക്യാപിറ്റൽ എന്ന് പറയുന്നു അല്ലേ? ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് അത് റെക്കോർഡ് ചെയ്യുന്നു. ദെൻ ബിസിനസ്സിൽ നിന്ന് അയാൾ ക്യാഷ് പിൻവലിച്ച് തിരികെ കൊണ്ടുപോകുമ്പോഴോ അതിന് നമ്മളെന്താ പറയുക? ഡ്രോയിങ്സ് എന്നും പറയും അല്ലേ? സോ ക്യാപിറ്റലിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിരിക്കും ഡ്രോയിങ്സ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഇനി ഓരോ തവണ ഡ്രോയിങ്സും നടക്കുമ്പോൾ ആക്ച്വലി എന്താണ് അവിടെ സംഭവിക്കുക? ഇപ്പോൾ ഓണർ ബിസിനസ്സിലേക്ക് 50,000 രൂപ ക്യാഷ് കൊണ്ടുവന്ന് പറയുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു 50,000 രൂപ ക്യാപിറ്റലാണത്. അതായത് ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ടാണ് അല്ലേ? അപ്പോൾ ബിസിനസ്സിന് ഇയാൾ ഓണർ 5,000 രൂപ പിൻവലിച്ചു എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് കുറയുക? അയാളുടെ ക്യാപിറ്റലിൽ നിന്ന് കുറയും അല്ലേ? 50,000 രൂപ കൊണ്ടുവന്നു, അതിൽ നിന്ന് 5,000 രൂപ അയാൾ പിൻവലിച്ചു തിരികെ കൊണ്ടുപോയി. ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ തിരികെ കൊണ്ടുപോയതാണ് അല്ലേ? അപ്പോൾ 50,000 എന്ന് പറയുന്നത് എത്രയായിട്ട് കുറയും? 45,000 കുറയണം, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഡ്രോയിങ്സ് എന്തിനെ കുറക്കുന്നു? ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ പെടുന്ന ഐറ്റത്തെ കുറക്കുന്നു, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ കുറയുമ്പോൾ റൂൾ പ്രകാരം എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റാണ് ചെയ്യേണ്ടത് അല്ലേ? ശരിയല്ലേ? അങ്ങനെയല്ല നമ്മൾ റൂൾ പഠിച്ചത്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഡെബിറ്റും ചെയ്യണം. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ഡ്രോയിങ്സ് അത് പ്രത്യേകം എത്ര ഒരു ഓണർ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പിൻവലിച്ചു അല്ലെങ്കിൽ മറ്റുള്ള അസറ്റുകൾ പിൻവലിച്ചു എന്നറിയാനായിട്ട് ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ തന്നെയാണ് ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ തവണ ഡ്രോയിങ്സ് നടക്കുമ്പോഴും അത് ക്യാപിറ്റലിനെ കുറക്കുന്നത് കൊണ്ട് നമ്മൾ ഡ്രോയിങ്സിനെ എപ്പോഴും എന്തു ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഓണർ ബിസിനസ്സിൽ നിന്ന് ക്യാഷോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷോ അല്ലെങ്കിൽ വല്ല അസറ്റുകളോ അയാളുടെ സ്വകാര്യ ആവശ്യത്തിന് പിൻവലിച്ചാൽ അത് എത്ര തുകയുടെ ഇതാണ് എന്ന് കണക്കാക്കി അത്രയും തുകക്ക് നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. പിന്നെ എന്തിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? എന്താണ് ബിസിനസ്സിൽ നിന്ന് അയാൾ പിൻവലിച്ചത്? അതാണ് ബിസിനസ്സിൽ കുറയുക അല്ലേ? ക്യാഷാണ് പിൻവലിച്ചതെങ്കിൽ ക്യാഷ് കുറയുന്നു, അപ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. അല്ല, അയാളൊരു ഫർണിച്ചറാണ് ബിസിനസ് എടുത്തു കൊണ്ടുപോയെങ്കിൽ നമ്മുടെ ഫർണിച്ചറാണ് കുറയുക അല്ലേ? അപ്പോൾ നമ്മൾ ഫർണിച്ചറിനെ ക്രെഡിറ്റ് ചെയ്യും. അതല്ല, അയാൾ തുക പിൻവലിച്ചത് ബാങ്കിൽ നിന്നാണ് എങ്കിൽ ബാങ്ക് അക്കൗണ്ടാണ് കുറയുക, അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ബിസിനസ്സിൻ്റെ ഓണർ അയാളുടെ സ്വകാര്യ ആവശ്യത്തിന്, പേഴ്സണൽ ആവശ്യത്തിന് കൊണ്ടുപോയാൽ മാത്രമാണ് എന്ത്? ഡ്രോയിങ്സ് ആവുക അല്ലേ? അയാൾ ആ ക്യാഷ് പിൻവലിച്ചിട്ട് ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ അതെന്താവില്ല? ഡ്രോയിങ്സ് ആവില്ല. സ്വകാര്യ ആവശ്യങ്ങൾക്കായിട്ട് അയാൾ പിൻവലിച്ച് ആ തുക കൊണ്ടുപോയാൽ മാത്രമേ അതെന്താവുള്ളൂ? ഡ്രോയിങ്സ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻ നമുക്കൊന്ന് പരിചയപ്പെടാൻ ശ്രമിക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു ട്രാൻസാക്ഷൻ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. എന്താണത്? ക്യാഷ് വിഡ്രോൺ ബൈ ദ ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. ഓണർ അയാളുടെ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ക്യാഷ് വിഡ്രോ ചെയ്തു അല്ലേ? വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പിൻവലിച്ച് കൊണ്ടുപോയി. എന്തിനു വേണ്ടിയിട്ട്? അയാളുടെ സ്വകാര്യ ആവശ്യത്തിനാണ് അല്ലേ? അപ്പോൾ നമ്മളതിനെ എന്തായിട്ടാണ് കണക്കാക്കുക? ഡ്രോയിങ്സ് ആയിട്ട് കണക്കാക്കും. ഡ്രോയിങ്സ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, എന്തുകൊണ്ടാണ് ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്യുന്നത്? അത് ക്യാപിറ്റലിനെ ഡിക്രീസ് ചെയ്യും. ക്യാപിറ്റലിനെ ഡിക്രീസ് ചെയ്യുമ്പം
നമ്മളെന്താ ചെയ്യേണ്ടത്? ഡെബിറ്റാണ് റൂൾ പ്രകാരം ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്യുന്നു അല്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് അയാൾ വിഡ്രോ ചെയ്ത് കൊണ്ടുപോയത് എന്താണ്? ക്യാഷാണ് അല്ലേ? അപ്പോൾ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് കുറയും അല്ലേ? അപ്പോൾ നമ്മൾ ക്യാഷിന് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റും ചെയ്യുന്നു. സോ എൻട്രി എന്താണ്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ ഫൈൻ. ഇനി രണ്ടാമത് വേറൊരു ട്രാൻസാക്ഷൻ, എമൗണ്ട് വിഡ്രോൺ ബൈ ദ ഓണർ ഫ്രം ബാങ്ക് ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. ഇവിടെ എമൗണ്ട് വിഡ്രോ ചെയ്തു ഓണർ തന്നെ. എവിടുന്ന്? ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു. എന്തിന്? അയാളുടെ സ്വകാര്യ ആവശ്യത്തിന്. അപ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷല്ല എടുത്തത്. എവിടുത്തെ ക്യാഷാണ് എടുത്തത്? ബാങ്കിലുള്ള ക്യാഷാണ് എടുത്തത് അല്ലേ? അതും എന്തിനാണ് എടുത്തത്? ബിസിനസ് ആവശ്യങ്ങൾക്കാണെങ്കിൽ അത് ഡ്രോയിങ്സ് അല്ല അല്ലേ? പക്ഷേ എന്തിനാണ് ഉപയോഗിച്ചത്? പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് അയാൾ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് ഡ്രോയിങ്സ് ആണ്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുന്നു. ഇവിടെ കുറഞ്ഞത് എന്താണ്? നമ്മുടെ കയ്യിലുള്ള ക്യാഷല്ല, ബാങ്കിലുള്ള ക്യാഷാണ്. സോ ദ എൻട്രി വിൽ ബി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ. സോ ഇനി അടുത്തൊരു ട്രാൻസാക്ഷൻ നിങ്ങളോട് പറയാണ്, ഓണർ ബിസിനസ്സിൻ്റെ ഒരു ഫർണിച്ചർ, 1500 രൂപ വിലയുള്ള ഫർണിച്ചർ അയാളുടെ സ്വകാര്യ ആവശ്യത്തിനായിട്ട് എടുത്തു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അപ്പോൾ എൻട്രി എന്താണ്? അപ്പോഴും ഡ്രോയിങ്സ് അക്കൗണ്ടിന് നിങ്ങൾ ഡെബിറ്റ് ചെയ്യുന്നു. എന്താ ബിസിനസ് കൊണ്ടുപോയത്? ഫർണിച്ചർ അല്ലേ? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫർണിച്ചർ അക്കൗണ്ട്. ഓക്കെ. ഇനി ഒരു സ്പെഷ്യൽ ട്രാൻസാക്ഷൻ, ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഓർമ്മിച്ച് വെക്കുക. ഗുഡ്സ് ടേക്കൺ ബൈ ദ ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. ഇവിടെ എന്താ എടുത്തത്? ഗുഡ്സാണ്, വിൽക്കാനായിട്ട് വാങ്ങിവെച്ച സാധനങ്ങൾ. ഓക്കെ. അത് ഓണർ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് എടുത്താൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എന്ത് ബിസിനസ്സിന് എടുത്തുകൊണ്ട് പോയാലും ആ തുക എത്രയാണോ അതിന് നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യും, സംശയമില്ല. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഏതാണ്? ഗുഡ്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്മൾ ട്രാൻസാക്ഷനായിട്ട് റെക്കോർഡ് ചെയ്യുന്നില്ല അല്ലേ? അപ്പോൾ പിന്നെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്താണ്? ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ പർച്ചേസസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ. സോ ഗുഡ്സാണ് എടുത്തിട്ടുള്ളതെങ്കിൽ, സ്വകാര്യ ആവശ്യങ്ങൾക്കാണ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസസ് അക്കൗണ്ട്. വളരെ ശ്രദ്ധിക്കുക, ഈ ട്രാൻസാക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പർച്ചേസസ് എന്ന് പറയുന്ന അക്കൗണ്ട് ക്രെഡിറ്റ് വരുന്ന അപൂർവമായിട്ടുള്ളൊരു സാഹചര്യമാണ്. എന്ത്? സാധനങ്ങൾ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് ഒരു ഓണർ ബിസിനസ്സിലേക്ക് എടുക്കുന്നത്. ആ സമയത്ത് മാത്രമാണ് നമ്മൾ പർച്ചേസസ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നത് അല്ലേ? ബാക്കി എല്ലാ സാഹചര്യങ്ങളിലും പർച്ചേസസ് അക്കൗണ്ട് എന്ന് പറയുന്നതിനെ നമ്മൾ എന്താ ചെയ്യുക? ഡെബിറ്റാണ് ചെയ്യുക. ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരേ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഏതാണ്? ഗുഡ്സ് ടേക്കൺ ബൈ ദ ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. ഇത് പലപ്പോഴും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 1 വേർഡ് മാർക്കായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ. സോ ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ഇങ്ങനെയാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ഏതൊരു കേസിലും ഡ്രോയിങ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. പിന്നീട് അയാൾ എന്താണ് ബിസിനസ്സിൽ നിന്ന് എടുത്തത്? ക്യാഷ് ആണെങ്കിൽ ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യുന്നു. ബാങ്കിൽ നിന്നാണ് എടുത്തതെങ്കിൽ ബാങ്കിന് ക്രെഡിറ്റ് ചെയ്യുന്നു. അതല്ല മറ്റുള്ള സാധനങ്ങളാണെങ്കിൽ, അസറ്റുകളാണെങ്കിൽ ആ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഗുഡ്സ് ആണെങ്കിൽ മാത്രം പർച്ചേസസ് അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്യുന്നു. ഓക്കെ. ശ്രദ്ധിക്കുക, ഈ സാധനങ്ങളെല്ലാം എന്തിനെടുത്താൽ മാത്രമേ അത് ഡ്രോയിങ്സ് ആകുന്നുള്ളൂ? പേഴ്സണൽ യൂസിന് എടുത്താൽ മാത്രമേ അതെന്താവുള്ളൂ? ഡ്രോയിങ്സ് ആവുകയുള്ളൂ. ഓക്കെ ഫൈൻ. ഇനി നമുക്കൊരു ചെറിയ ചോദ്യം ചെയ്യാം. അതിൽ ആദ്യത്തെ ട്രാൻസാക്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് വിത്ത് SBI ആണ്. ഓക്കെ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് SBIയിൽ തുടങ്ങി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ അർത്ഥം നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ബാങ്കിൽ വർദ്ധിക്കുന്നു, ക്യാഷ് കുറയുന്നു. ഇത് നിങ്ങൾ മുമ്പ് പഠിച്ച ട്രാൻസാക്ഷനാണ് അല്ലേ? ഓക്കെ. ഇനി അടുത്തത് വിഡ്രോൺ ക്യാഷ് ₹2000 ഫോർ പേഴ്സണൽ യൂസ്. 2000 രൂപ പേഴ്സണൽ യൂസിനായിട്ട് വിഡ്രോ ചെയ്തു അല്ലേ? അപ്പോൾ വിഡ്രോ ചെയ്യുമെന്ന് പറയുമ്പോൾ ഓണർ അല്ലാതെ വേറെ ആർക്കും വിഡ്രോ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഓക്കെ. അപ്പോൾ അത് ഓണർ ആയിരിക്കും. 2000 രൂപ അയാൾ പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഡ്രോയിങ്സ് അക്കൗണ്ടിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. പിന്നെ അയാൾ എന്താ എടുത്തത്? ക്യാഷ് അല്ലേ? അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റും ചെയ്യുന്നു. ഓക്കെ. ഇനി അടുത്തത് ശ്രദ്ധിക്കുക, ഗുഡ്സ് ടേക്കൺ ബൈ ദ ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. ഗുഡ്സാണ് ഓണർ എടുത്തിട്ടുള്ളത്. എത്ര രൂപയുടെ? 5000 രൂപയുടെ. പേഴ്സണൽ യൂസിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് ചെയ്യേണ്ടത് പർച്ചേസസ് അക്കൗണ്ടിനെയാണ്. ഗുഡ്സ് എടുക്കുമ്പോൾ മാത്രം ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്തിനെയാണ്? പർച്ചേസസ് അക്കൗണ്ടിനെയാണ്. ഓക്കെ. ഇനി നാലാമത്തെ ട്രാൻസാക്ഷൻ, വിഡ്രോൺ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. ബാങ്കിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്തു അല്ലേ?
അപ്പോഴും ഡ്രോയിങ്സ് അക്കൗണ്ടിനെയാണ് പേഴ്സണൽ യൂസിനാണ് വിഡ്രോ ചെയ്തതെങ്കിൽ ഡ്രോയിങ്സിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് അല്ല. ക്യാഷ് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ബാങ്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. സോ ബാങ്ക് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദ എൻട്രി വിൽ ബി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഫൈൻ. ഇനി ഇന്നത്തെ ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലാദ്യത്തെ അമൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹1 lakh. അമൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുമ്പോൾ അമലാണ് ബിസിനസ് തുടങ്ങിയത്. ആ ബിസിനസ്സിൻ്റെ കണക്കായിരിക്കും നമ്മളിപ്പോൾ രേഖപ്പെടുത്താൻ പോകുന്നത്, അല്ലേ? ഓക്കെ, ഫൈൻ. ഇനി രണ്ടാമത്തത് പർച്ചേസ് ഗുഡ്സ് ഫ്രം ഗംഗോത്രി ട്രേഡേഴ്സ് ₹50,000. ഗംഗോത്രി ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കടത്തിന് 50,000 രൂപയ്ക്ക് സാധനങ്ങൾ മേടിച്ചു. പിന്നീട് പെയ്ഡ് ടെലിഫോൺ ചാർജസ് കൊടുത്തു. പക്ഷേ കൊടുത്തത് ബൈ ചെക്കാണ്, 4,000 രൂപ. പിന്നീട് പെയ്ഡ് ക്യാഷ് ₹47,500 ടു ഗംഗോത്രി. ഗംഗോത്രിക്ക് 47,500 രൂപ കൊടുത്തു. ആൻഡ് അലൗഡ് ₹2,500 ആസ് ഡിസ്കൗണ്ട്. ആൻഡ് ഹി അലൗഡ്, അതായത് ഗംഗോത്രി ട്രേഡേഴ്സ് അലൗഡ് 2,500 ആസ് ഡിസ്കൗണ്ട്. 2,500 രൂപ അവർ ഡിസ്കൗണ്ടായിട്ട് അലോ ചെയ്തു. ആരലോ ചെയ്തു? ഗംഗോത്രി ട്രേഡേഴ്സ് അനുവദിച്ച് തന്നു, അല്ലേ? അപ്പോൾ നമുക്ക് 2,500 രൂപ ഡിസ്കൗണ്ട് കിട്ടി, അല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പോൾ 47,500 രൂപ ക്യാഷും കൊടുത്തു, 2,500 രൂപ ഡിസ്കൗണ്ട് കിട്ടുകയും ചെയ്തു, അല്ലേ? അപ്പോൾ എത്ര രൂപയുടെ കണക്കാണ് സെറ്റിലായത്? 50,000 രൂപയുടെ. ശരിയല്ലേ? ഓക്കെ, ഫൈൻ. അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. സാധനങ്ങൾ മേടിച്ചു, പേയ്മെൻറ്റ് നടത്തിയത് എങ്ങനെയാണ്? ചെക്കായിട്ടാണ്. എത്ര രൂപയുടെ? 25,000. ഓക്കെ, അടുത്തത് ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. സ്വകാര്യ ആവശ്യങ്ങൾക്കായിട്ട് എന്താ വിഡ്രോ ചെയ്തത്? ക്യാഷാണ് എടുത്തത്. ഓക്കെ, എത്ര രൂപയുടെ? 5,000 രൂപയുടെ. അടുത്തത് സോൾഡ് ഗുഡ്സ് ടു ഗായത്രി ₹45,000. ഗായത്രിക്ക് 45,000 രൂപയുടെ സാധനങ്ങൾ കടത്തിന് വിറ്റു. പിന്നീട് പെയ്ഡ് ഫോർ കാരേജസ് എന്ന് പറയുന്ന എക്സ്പെൻസ് പേ ചെയ്തു, 1,000 രൂപ. പിന്നീട് ഗുഡ്സ് വർത്ത് ₹2,000 ടേക്കൺ ഫോർ പേഴ്സണൽ യൂസ്. 2,000 രൂപയുടെ സാധനങ്ങൾ സ്വകാര്യ ആവശ്യങ്ങൾക്കായിട്ട് വിഡ്രോ ചെയ്തു. ഓക്കെ, ഇത്രയും ട്രാൻസാക്ഷൻ്റെ ജേർണൽ എൻട്രി എഴുതി നിങ്ങൾ ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യുക. And I think it's time to say goodbye. Have a nice day. Thank you.